അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ ഈ ഒരു വോയിസിൽ വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ്. ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 15 20 അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വോയിസ് നിങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ആക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉമ്മ കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചിരുന്നത്. അങ്ങനെ ആ വിഷയം ഞാൻ അവിടെ വെച്ച് വിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ ചമ്മലായിട്ടും ഇതായിട്ടൊക്കെ അങ്ങനെയൊക്കെ മറുപടി ചില കുട്ടികളൊക്കെ ആ ഉമ്മ കൊടുക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങനെ സലാം പറഞ്ഞിങ്ങനെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ നിൽക്കുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ കുട്ടി എന്നോട് പറഞ്ഞു, മിസ്സേ എനിക്ക് മിസ്സിനോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ മോൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്, ക്ലാസ് കഴിഞ്ഞ ശേഷം മോൾക്ക് വേണ്ടി ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മിസ്സ് ചോദിച്ചില്ലായിരുന്നോ ഇന്നലെ, മിസ്സ് പറഞ്ഞിരുന്നില്ലേ ഇന്നലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മാക്ക് ഉമ്മ കൊടുത്തിട്ട് വേണം ഇറങ്ങാനെന്ന്. ഞാനിന്ന് ഉമ്മ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഉമ്മക്ക് അത് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ എന്താ മോൾക്ക് കൊടുക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ മോളിനൊരു കാര്യം ചെയ്യും. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ചമ്മലാണ്, മടിയാണ്, എനിക്ക് കഴിയുന്നില്ല, ഇത്രയും വർഷമായില്ലേ, 10-12 കൊല്ലമായല്ലോ ഇതിങ്ങനെ ആയിട്ട്, ഇനി എനിക്ക് കഴിയൂല മിസ്സേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെന്ത് ചെയ്യുക, മോളെ ചോറ്റും പാത്രം മോളെ കയ്യിൽ തരുന്ന സമയത്ത് മോളെ ഉമ്മാക്ക് ഉമ്മ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ ശരി മിസ്സേ എന്നാൽ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സലാം ചൊല്ലി പിരിഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവൾ ഇതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, മിസ്സേ ലഞ്ച് ബോക്സ് ഉമ്മ കയ്യിൽ തന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉമ്മക്കൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ടൈമിൽ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇനി എന്താ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നത്, മറക്കാതെ ആളുടെ ബാഗിൽ വെച്ചേക്കെന്ന് പറഞ്ഞു. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടാണോ അതോ ആ മടി തന്നെ ഉള്ളിലുള്ളതുകൊണ്ടാണോ എനിക്ക് ഉമ്മ കൊടുക്കാൻ കഴിയുന്നില്ല മിസ്സേ എന്ന് വീണ്ടും പറഞ്ഞു അവൾ എന്നോട്. ഇത് എന്താണ് ഞാൻ ആ കുട്ടിക്ക് മറുപടി കൊടുക്കുക എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടെ അല്ലെങ്കിൽ ഞാനിങ്ങനെ എന്തോ സ്റ്റക്കായി പോയി. ഞാൻ ആ പ്രായം ഒരു മോന് എനിക്കുണ്ട്, 12-13 വയസ്സായി മോനിക്ക്, അൽഹംദുലില്ലാ. പക്ഷേ എൻ്റെ മോന് സ്കൂളിലേക്ക് പോകുമ്പോഴും അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഞാനാണ് ഉമ്മ കൊടുക്കുക. എനിക്ക് തിരിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ സലാം പറഞ്ഞ് ഉമ്മ തന്നാണ് എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് പോവുക. അത് എന്തുകൊണ്ട് അങ്ങനെ ആയി എന്ന് ചോദിച്ച, ചെറുപ്പം മുതലേ ഞങ്ങൾ അങ്ങനെ ശീലിപ്പിച്ച് വന്നതാണ്. ഞാൻ അങ്ങനെയാണ് അവന് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു രീതിയാണ്. എനിക്കൊരു ഉമ്മ തകർത്ത് അവർക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു മോന് മാഷാ അല്ലാഹ് ഇതേപോലെ വളർത്തിക്കൊണ്ട് ഏത് മക്കളായാലും അവർക്ക് വീട്ടിലേക്ക് വരണം, എൻ്റെ ഉമ്മ കാത്തിരിക്കുന്നുണ്ടാവും എന്നെ എന്നുള്ളൊരു ഓർമ്മ അവിടെ ഉണ്ടാവും. എടാ കുറച്ച് കഴിഞ്ഞ് പോവാന്ന് എനിക്ക് വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ, അല്ലടാ എൻ്റെ ഉമ്മ എന്നെ അവിടെ കാത്തിക്കുന്നുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയണം. അവിടെ നമ്മളെ മക്കൾ അങ്ങനെ ആവണം. അതിനെന്ത് വേണം, നമ്മുടെ ഉമ്മമാർ അവരെ കാത്തിരിക്കണം. സ്കൂളിൽ വിട്ട് വരുന്നത് നോക്കി വരുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുക നെറ്റിയിൽ. എന്താ നമ്മളെ മക്കളല്ലേ അവരെ, ഓക്കെ. അപ്പോൾ ഇത് കൊടുക്കാൻ മടിയാണ് അല്ലെങ്കിൽ ഒരു ചമ്മൽ മിസ്സേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മേനി ഒന്ന് തരിച്ചു പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വന്ന ഒരു കണ്ണുനീര് എനിക്കറിയില്ല. ആ മോൾക്ക് ആഗ്രഹമുണ്ട്, ആ മോൾക്ക് നല്ല ആഗ്രഹമുണ്ട് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണമെന്ന്. പക്ഷെ 2, 3, 4, 5 വയസ്സിൽ തീർന്നു പോയതാണ് ആ ഒരു അനുഭവം മോൾക്ക്. പിന്നീട് അങ്ങോട്ടില്ല. ഉമ്മ ബിസിയായി, മോൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, മോളെ ഡ്രസ്സ് അലക്കി കൊടുക്കുന്നുണ്ട്, മോള് വരുമ്പോഴത്തേന് ഫുഡ് എടുത്ത് കൊടുക്കുന്നു, മോള് വരുമ്പോഴത്തേന് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഉമ്മ കൊടുക്കാനും ഉമ്മയും എന്തോ മറന്നു പോയി. അങ്ങനെ പിന്നീടുണ്ടായൊരു അനുഭവം കേൾക്കണം. ഞാൻ ക്ലാസ്സിൽ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ഉമ്മ കേൾക്കാനിടയായിട്ടുണ്ട് തോന്നുന്നു. മോൾക്ക് ഇങ്ങനൊരു ആഗ്രഹം മോളെ മനസ്സിലും കിടക്കുന്നുണ്ട്.
അങ്ങനെ 2 ഉമ്മമാർ എന്നെ കോൺടാക്ട് ചെയ്തു, എന്നെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു. ഒരു ഉമ്മ എന്നോട് സംസാരിക്കുകയാണ് കേട്ടോ. ഞാൻ രണ്ടാമത്തെ മോളെ കെട്ടിച്ച് വിട്ട ടൈമിൽ അവളെ കല്യാണത്തിൻ്റെ അന്ന് യാത്ര പറഞ്ഞപ്പോഴാണ് അവൾ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ മനസ്സറിഞ്ഞ് അവൾക്ക് ഉമ്മ കൊടുത്തിട്ടുള്ളത്. പിന്നീട് അവരിതേപോലെ വിസിറ്റിങ്ങിന് ഗൾഫിലേക്ക് പോകുന്ന സമയത്തായി അത്. പക്ഷേ എൻ്റെ ഈ മോളുണ്ടല്ലോ, ഈ മോള് ക്ലാസ് പഠിക്കുന്ന ഈ മോളെയാണ് പറയുന്നത്. എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഈ മോള് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് പറയുന്നത്. ഈ കുട്ടിക്ക് ഉമ്മ കൊടുത്തത് ഓർമ്മയില്ല ഉമ്മാക്ക്. ഒന്ന് ഓർത്ത് നോക്കിക്കുക നമ്മുടെ നാടും കാലവും എവിടെ എത്തി എന്നുള്ളത്. മക്കളോട് ചെയ്യുന്നൊരു തെറ്റാണ് ഉമ്മമാരെ അത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉമ്മ കൊടുത്തോ? അവരത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കത് 2ഓ 3ഓ ആയി അവരെ തിരിച്ചു തരും ഉമ്മകളായിട്ട് തന്നെ. കാരണം നമ്മുടെ മക്കൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടത്, അത് കൊടുക്കണം. ഒരു നാളത്തേക്ക് വെക്കേണ്ടത് കാര്യമല്ല അത്. ഇന്ന് തന്നെ നിങ്ങളത് കൊടുത്തിരിക്കണം. ഒരു വീട് സുന്ദരമാകുന്നത് എങ്ങനെയാണെന്നറിയോ? ചേർത്ത് പിടിക്കലിലൂടെയാണ്. അത് ആദ്യം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. അവർക്ക് എല്ലാമായിട്ട് നമ്മളവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. നിങ്ങളവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം, അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ ഒരു ചേർത്ത് പിടുത്തുണ്ടല്ലോ, അതിൽ അവർക്ക് നല്ലൊരു ഉമ്മയായിരിക്കും എന്നും. എൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മച്ചി, എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ അല്ലേ, എന്ത് രസമാണത് കേൾക്കാൻ. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എല്ലാ മക്കളും നമ്മുടെ ഉമ്മമാർക്ക് ഒരു ഗിഫ്റ്റാണ് ദൈവം തന്നല്ലേ. ദൈവം തന്ന ഗിഫ്റ്റാണ് നമ്മളെ മക്കൾ. അപ്പോൾ ആ ദൈവത്തിൻ്റെ എന്താ പറയുക, ഒരു സാധനമാണ് നമ്മളെ കയ്യിൽ തന്നിട്ടുള്ളത്. നമ്മളുടേതെന്ന് പറഞ്ഞ് ചേർത്ത് വെക്കുന്ന നമ്മുടെ മക്കൾ ആരുടേതാണ് സത്യത്തിൽ? നമ്മുടെ ലോകരക്ഷിതാവ് നമുക്ക് സമ്മാനമായി നൽകിയതാണ്. അതിന് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, കരുതലോടെ അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് അല്ലേ, ആ ഒരു സ്നേഹം നൽകുന്നതിലോട് കൂടിയിട്ട് ആ ഒരു ഏജിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോ. ഉമ്മമാരെ, അനിയത്തിമാരെ, ഇത്താത്തമാരെ എല്ലാവരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരാളെങ്കിലും ഒരു വീഡിയോ ഷെയർ ആക്കുക. ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഉമ്മ കൊടുക്കുക. ആ ഒരു ഉമ്മ കിട്ടുമ്പോൾ ഉണ്ടാകും മുഖത്ത് സന്തോഷം എത്ര ആയിരിക്കും. ആ ഒരു ഉമ്മ മതി അവർക്ക് തിരിച്ച് നമ്മളടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ, സ്കൂൾ വിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ. ആ ഒരു ഉമ്മ മതി അവർക്ക്. മക്കളെ പലരും പറയും, ഇനിയിപ്പോൾ ഇതിന് കമൻറ്റ് വരായിരിക്കാം, എൻ്റെ കുട്ടിയൊന്നും ഉമ്മ കൊടുക്കണം എന്നില്ല, എൻ്റെ കുട്ടിക്ക് എന്നെ അറിയാം. നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും നമ്മളറിയാം. പക്ഷെ നമുക്ക് നമ്മളെ മക്കളെ അറിയണ്ടേ, നമ്മളവരെ മനസ്സിലാക്കണ്ടേ. ഒരു ഉമ്മ കൊടുത്താൽ എന്താ ഇവിടെ കൊഴിഞ്ഞു പോകുന്നത്? അല്ലെങ്കിൽ എന്താ ഇവിടെ ഇല്ലാതായി പോകുന്നത്? ഒന്നും തന്നെ ഇല്ല മക്കളെ. ഉണ്ടാവുകയാണ് ചെയ്യുന്നത്, എല്ലാം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഉമ്മ കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മളാണ് ഉമ്മ കൊടുക്കേണ്ടത് ആദ്യം, അല്ലാതെ ഫ്രണ്ട്സോ കൂട്ടുകാരോ പുറത്തുള്ളവരോ അല്ല. നമ്മുടെ മക്കളെ ചേർത്ത് നെറുകെ മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് സ്റ്റാർട്ട് ചെയ്തോ, ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ എല്ലാവരും. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു മുത്തം കൊടുക്കുക, തിരിച്ച് വരുമ്പോഴും ഒരു മുത്തം കൊടുക്കുക. അപ്പോൾ ഒരു ദിവസം ചുരുങ്ങിയത് 2 ഉമ്മ അവർക്ക് കൊടുക്കുകയാണ് നമ്മൾ. അത് കണക്ക് വെക്കല്ല ഞാൻ, അത് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് സന്തോഷമാണ്. അവർ സമയത്ത് അവരുടെ മനസ്സിനൊരു ആനന്ദമാണ്. ഇന്നിപ്പോൾ എക്സാമിന് പോയി എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ട്, ഉമ്മ അങ്ങനെ ദ്വാരക്കിട്ട് എനിക്ക് പരീക്ഷ ഈസി ആവാൻ എന്ന് പറയാം. അവൻ്റെ ഒരു പ്രതീക്ഷയാണ്. അവനക്കറിയാം ഞാൻ ദ്വാരക്കും എൻ്റെ കുട്ടിക്ക്
എക്സാം ഈസി ആവാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് എഫേർട്ട് ഇട്ട് പോവാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ പ്രാർത്ഥന എന്നാലും എന്നോട് പറയുന്നത് കണ്ടില്ലേ, അത് അങ്ങനെയാണ്. അവർക്കത് കഴിയണം പറയാൻ നമ്മളോട്, ഉമ്മ ദോൽക്കി എന്ന് പറയാൻ. കുഞ്ഞു മക്കളാകുമ്പോഴത്തേന് അവരത് പഠിക്കണം. എന്നാലേ വളർന്ന് കഴിയുമ്പോൾ അവർ നമ്മളോട് പറയുള്ളൂ. വീട്ടിൽ വന്ന് പോകുമ്പോൾ അസ്സലാമു അലൈക്കും ഇമ്മ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് എന്താണ് പൊരുത്തപ്പെടിട്ടാ, ഇതുണ്ടെങ്കിൽ ഉമ്മ ദുആ ചെയ്യട്ടാ എന്നൊക്കെ. അത് ഇമ്മമാരല്ലേ മക്കൾ, ഇമ്മമാർക്ക് ഒന്നും പൊരുത്തപ്പെടാൻ ഉണ്ടാവില്ല മക്കളോട്. എന്നാലും അതൊരു സന്തോഷമാണ്, അത് സ്നേഹമാണ്. സത്യത്തിൽ അത് സ്നേഹമാണ്. ഞാൻ പറയുന്ന ഉമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ മക്കൾക്ക് ഉമ്മ കൊടുക്കണം. നമ്മൾ പ്രസവിച്ച നമ്മളെ മക്കളാണ് അല്ലേ, നമ്മളല്ലാതെ വേറെ ആരാ അവർക്ക് ഉമ്മ കൊടുക്കുക? സ്കൂളിലേക്ക് പോകുമ്പോഴും മദ്രസയിലേക്ക് പോകുമ്പോഴും അവർ തിരിച്ചു വരുമ്പോഴും, ഇനിയിപ്പോൾ അവർ എക്സാമിന് പോവാണ്, ഇനിയിപ്പോൾ അവർ വേറെ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ എവിടേക്ക് പോവുകയാണെങ്കിലും ഉമ്മ അസ്സലാമു അലൈക്കും ഉമ്മ എന്ന് പറഞ്ഞൊരു ഉമ്മ തന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ആനന്ദം നമുക്ക് എത്രയാണ് അല്ലേ. അന്ന് ഫുള്ള് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണത് അല്ലേ. ആ ഒരു എനർജി എല്ലാ വീട്ടിലും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞു മനസ്സിലും വിഷമം ഉണ്ടാകാൻ പാടില്ല. ഞാനത് ക്ലാസ്സിൽ ചോദിച്ചത് കൊണ്ട് മാത്രം വിഷമിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് എൻ്റെ ഉമ്മ തരുന്നില്ല എന്ന് വിഷമമായ മക്കൾ ഉണ്ടായോ എന്നൊരു വിഷമം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഞാനിത് ഗ്രൂപ്പിലേക്ക് ഷെയർ ആക്കുന്നുണ്ട്. കാരണം ഉമ്മമാരും മക്കളും ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം ഉമ്മമാരും മക്കളും. കണ്ട എത്ര സന്തോഷമായിരിക്കും അല്ലേ. അതെ, സന്തോഷം തന്നെ ആയിരിക്കും അവിടെ. ഇന്നൊന്ന് തുടങ്ങി നോക്കിക്കോ, നാളത്തേക്ക് ആരും വെക്കാതെ ഇന്ന് തന്നെ തുടങ്ങുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാം ഹൈറാവും. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു പുണ്യ കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.